നമസ്കാരം കുട്ടികളെ. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഈ അധ്യായത്തിലെ ആശയങ്ങൾ, സസ്യങ്ങളുടെ പ്രാധാന്യം എന്നിവ നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യസംരക്ഷണത്തിന് ഉതകുന്ന മാർഗങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാനും നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് 2ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. 9ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൻ്റെ പേര് ആഹാരം അന്നപഥത്തിൽ അല്ലെങ്കിൽ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ മനോഹരമായ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. ചിത്രത്തിൽ നമ്മുടെയൊക്കെ സ്കൂളിലുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷമല്ലേ കാണുന്നത്. ക്ലാസ് റൂമിൽ സയൻസ് ക്ലബിൻ്റെ ഒരു സംശയപ്പെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബോക്സിൽ കുട്ടികൾ ഇട്ട ക്വസ്റ്റ്യനുകൾ വായിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ആദിത്യൻ എന്ന് പറയുന്ന കുട്ടി ആ ക്വസ്റ്റ്യൻ ബോക്സിൽ നിന്ന് എടുത്ത ഒരു സംശയം വായിക്കുകയാണ്. ആ സംശയം സ്ക്രീനിൽ കാണുന്നുണ്ട്. ഞാൻ ആ സംശയം ഒന്ന് വായിക്കാം. ആഹാരം സ്വയം നിർമ്മിച്ചുപയോഗിക്കുന്ന സസ്യങ്ങൾക്ക് ദഹന വ്യവസ്ഥയില്ല. എങ്കിൽ പിന്നെ ഈ സസ്യങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നമ്മൾക്ക് എന്തിനാണ് ദഹന വ്യവസ്ഥ? ചോദ്യം ശ്രദ്ധിച്ചില്ലേ? പ്ലാന്റ്സ് വിച്ച് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ് ഡു നോട്ട് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ വൈ ഡു വി ഹു obtain or get food from plants have a digestive system? ചോദ്യം ശ്രദ്ധിച്ചില്ലേ? ഇതേ സംശയം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു, അവരുപയോഗിക്കുന്നു, എന്നാൽ അവർക്കൊരു ദഹന വ്യവസ്ഥയേ ഇല്ല. അവരിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നമ്മൾക്ക് ദഹന വ്യവസ്ഥയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ദഹന വ്യവസ്ഥ? കുട്ടിയുടെ സംശയം പ്രസക്തമല്ലേ? എന്താണ് നിങ്ങളുടെ ഉത്തരം? ഈ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം തോന്നിയിട്ടുണ്ടാവും. ആ ഉത്തരം നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് ഒന്ന് കുറിക്കുമോ? ആ ഉത്തരത്തിൻ്റെ ശരിതെറ്റുകൾ നമുക്ക് ഈ പാഠത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ സയൻസ് ക്ലബിൻ്റെ ചോദ്യപ്പെട്ടിയിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇട്ടു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചോദിക്കുന്നവരാകണം. ക്ലാസ്സിൽ ഉത്തരങ്ങൾ കേട്ട് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാകരുത്. സയൻസ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകണം, സംശയങ്ങൾ ഉണ്ടാകണം. അത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കണം. ആ അസ്വസ്ഥതയിൽ നിന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ ശരിയായ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാകുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന മിടുക്കരായ ശാസ്ത്ര വിദ്യാർത്ഥികളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് പ്രവർത്തിക്കുവാൻ, നമുക്ക് വർക്ക് ചെയ്യുവാൻ ഊർജം ആവശ്യമാണ്. ഊർജം ലഭിക്കുന്നതിന് പോഷകങ്ങളും ആവശ്യമാണ്. വി റിക്വയർ ന്യൂട്രിയൻസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ പോഷകങ്ങൾ ലഭിക്കുന്നത്? അല്ലെങ്കിൽ ഹൗ ഡു വി ഗെറ്റ് ദിസ് ന്യൂട്രിയൻസ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനായിരിക്കും നമുക്ക് ഈ പോഷകങ്ങൾ ലഭിക്കുന്നത്? അതെ, നമുക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. വി ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പോഷകങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പോഷകങ്ങളുടെ പേരുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ? വിച്ച് ആർ ദ ന്യൂട്രിയൻസ് വി റിക്വയർഡ് ഫോർ our biological activities, our body activities, our growth and all other activities. ഒന്ന് സയൻസ് ഡയറിയിലേക്ക് ആ ന്യൂട്രിയൻസിൻ്റെ പേര്, പോഷകങ്ങളുടെ പേര് ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും പോഷകങ്ങളുടെ പേരുകൾ എഴുതി അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഈ പോഷകങ്ങൾ? അവ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ദേ പെർഫോം? അതുപോലെ എവിടെ നിന്നൊക്കെയാണ് ഈ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എല്ലാ ആഹാരവും കഴിച്ചാൽ ഈ പോഷകങ്ങളെല്ലാം കിട്ടുമോ? അതോ ചില പ്രത്യേക ആഹാരങ്ങളിലാണോ ഈ പോഷകങ്ങൾ ഉള്ളത്? അതൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്, വിച്ച് ആർ ദെയർ ഫങ്ഷൻസ് ആൻഡ് ഫ്രം വെയർ വി ഗെറ്റ് ദീസ് ന്യൂട്രിയൻസ് ഓർ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദീസ് ന്യൂട്രിയൻസ്?
ജീവന്റെ സുഗമമായ നിലനിൽപ്പിന് 6 പോഷകങ്ങൾ അനിവാര്യമാണ്. ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ജലം. വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ജീവികൾക്ക് ഊർജം ലഭിക്കുന്നത് മുഖ്യമായും ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന ധാന്യകത്തിൽ നിന്നാണ്. ധാന്യകത്തിന്റെ മുഖ്യ ഉറവിടം ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ്. ശരീര നിർമ്മാണ ഘടകമാണ് മാംസ്യം. പേശികളിലും അസ്ഥികളിലും ത്വക്കിലും മുടികളിലുമെല്ലാം മാംസ്യം അടങ്ങിയിരിക്കുന്നു. ശരീര വളർച്ചയ്ക്കും മാംസ്യം ആവശ്യമാണ്. ഇറച്ചി, മത്സ്യം, പാൽ, മുട്ട, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ മാംസ്യത്തിന്റെ കലവറകളാണ്. ധാന്യകത്തെപ്പോലെ കൊഴുപ്പും ഒരു ഊർജദായക പോഷകമാണ്. എണ്ണക്കുരുക്കളും പയറുവർഗ്ഗങ്ങളും ഇറച്ചിയും മുട്ടയും പാലും മത്സ്യവുമെല്ലാം കൊഴുപ്പിന്റെ ഉറവിടങ്ങളാണ്. വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് വിറ്റാമിനുകൾ. ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട 13 വിറ്റാമിനുകൾ ഉണ്ട്. വിറ്റാമിൻ എ, സി, B6, ഡി തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇലക്കറികൾ, മറ്റ് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പാൽ, മുട്ട തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വിറ്റാമിനുകളാൽ സമൃദ്ധമാണ്. വിറ്റാമിനുകൾ പോലെ തന്നെ ധാതുക്കളും കുറഞ്ഞ അളവിൽ ശരീരത്തിൽ എത്തേണ്ടതുണ്ട്. കാൽസ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയവ ഇത്തരം ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ധാതുക്കൾ ധാരാളമടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മറ്റ് പച്ചക്കറികൾ, ചക്കപ്പഴം, നെല്ലിക്ക, പേരയ്ക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, പാൽ മുതലായവ. ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണത്തേക്കാൾ ആവശ്യം വേണ്ടത് ജലമാണ്. ശരീരഭാരത്തിന്റെ 65 മുതൽ 72% വരെ ജലമാണ്. മറ്റ് പോഷകങ്ങൾ കോശങ്ങളിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ജലം കൂടിയേ തീരൂ. എല്ലാവരും വീഡിയോ നിരീക്ഷിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വിവിധ പോഷകങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ നേരത്തെ സയൻസ് ഡയറിയിൽ ലിസ്റ്റ് ചെയ്തത് ഈ പോഷകങ്ങളുടെ പേരുകൾ തന്നെയാണോ? എല്ലാവരും ഈ പേരുകളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞു. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്, മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ, വിറ്റാമിൻസ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ജലം. നിങ്ങൾ വീഡിയോയിൽ ഇവയുടെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ വിശദമായി കണ്ടു. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഏതാണെന്നൊന്ന് തിരിച്ചറിയാം. അതിൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞ ന്യൂട്രിയൻറ്റിൻ്റെ പേര് ഏതാണ്? അതെ, നമ്മൾ ആദ്യം പറഞ്ഞത് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ഈ ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ മുഖ്യമായ ധർമ്മം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊർജോൽപാദനമാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ധാന്യകത്തിൻ്റെ മുഖ്യമായ ധർമ്മം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം ഉപയോഗിക്കുമ്പോൾ നമുക്ക് 4 കിലോ കലോറി ഊർജം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പ്രായത്തിൽ ഒത്തിരി ഊർജ്ജ ആവശ്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ കളിക്കുന്നുണ്ടാകാം, വീട്ടുകാർ ജോലി ചെയ്യുന്നു, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു, ഇതിനെല്ലാം ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം അല്ലെങ്കിൽ ഈ എനർജി നമുക്ക് നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോഷകത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. എന്താണ് പ്രോട്ടീനിൻ്റെ ധർമ്മം? നിങ്ങൾ കണ്ടതാണ് വീഡിയോ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ
ഈസ് ദ ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ കലകൾ ഉണ്ടാകണം. പുതിയ പുതിയ കലകൾ ഉണ്ടാകുമ്പോഴാണ്, കോശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വളരുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും കോശങ്ങളുടെ കേടുപാട് പരിഹരിക്കുന്നതിനും ഒക്കെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ്. കൗമാരപ്രായം എന്ന് പറയുമ്പോൾ ശരീരം വളരുന്ന പ്രായമാണ്. അഡോളസൻസ് പീരീഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരീഡ് ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വളർച്ച വളരെ പ്രധാനമാണ്. നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ അല്ലെങ്കിൽ മാംസ്യമടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. എന്തിലൊക്കെയാണ് പോഷകമായ പ്രോട്ടീൻ ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സോ ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്. ശരീര വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ന്യൂട്രിയൻ അല്ലെങ്കിൽ പോഷകമാണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. ഫാറ്റ് ചെയ്യുന്ന ധർമ്മങ്ങൾ നിങ്ങൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം, ഇതും ഊർജത്തിൻ്റെ ഒരു ഉറവിടമാണ്. ഇപ്പോൾ കൊഴുപ്പിൻ്റെ ധർമ്മം, ഇറ്റ് ഈസ് ആൾസോ പ്രൊവൈഡ് എനർജി. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി. ഊർജം നൽകുന്നു, ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നേരത്തെ 1 ഗ്രാം ധാന്യത്തിൽ നിന്ന് നമുക്ക് 4 കിലോ കലോറി ഊർജ്ജമാണ് കിട്ടിയത്. എന്നാൽ കൊഴുപ്പിൽ നിന്ന് ഏതാണ്ട് 9.5 കിലോ കലോറി ഊർജ്ജം ലഭിക്കും, കൂടുതൽ ഊർജ്ജം ലഭിക്കും. എങ്കിലും നമുക്ക് ഊർജ്ജത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ധാന്യമാണ്. കൊഴുപ്പ് കൂടുതൽ കഴിച്ചാൽ പല പ്രശ്നങ്ങളുമുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 3 പോഷകങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? ഈ 3 സാധനവും നമ്മൾ ശരീരത്തിൽ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കൗമാര കാലഘട്ടത്തിൽ. എന്നാൽ ഇതങ്ങ് കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്. കൂടുതൽ കഴിച്ചാൽ ഈ സാധനങ്ങളെല്ലാം തന്നെ കൊഴുപ്പാക്കി മാറ്റും അല്ലെങ്കിൽ ഫാറ്റാക്കി മാറ്റും, ബോഡിയിൽ സംഭരിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പൊണ്ണത്തടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യവും അമിതമായ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നവും നമ്മൾ തിരിച്ചറിയണം. പക്ഷേ വേറൊരു കാര്യം, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള ഈ കുട്ടികൾ പലപ്പോഴും സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് പ്രഭാത ഭക്ഷണം കൃത്യമായ രീതിയിൽ കഴിക്കുന്നില്ലെന്നാണ് അറിയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പലരും കഴിക്കുന്നില്ല. ഈ പ്രായത്തിൽ ഊർജ്ജം അത്യാവശ്യമാണ്, അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് വേണം. ശരീര വളർച്ച നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് പ്രോട്ടീൻ ആവശ്യമാണ്, കൊഴുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കണം. അതുപോലെ പോഷകസമൃദ്ധമായ ഭക്ഷണവും കഴിക്കണം. പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, വില കൂടിയ ഭക്ഷണങ്ങൾ എന്നല്ല അർത്ഥം. നമ്മുടെ സമീപത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളിലും പോഷകങ്ങളുണ്ട്, അവയെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോഷകമാണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്. നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനോർമസ് ലൈഫ് ആക്ടിവിറ്റീസ്, ഇനോർമസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ധാതുക്കളുടെ ധർമ്മമാണ്. സോ ഇറ്റ് റെഗുലേറ്റ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. അടുത്ത പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻസ്. വിറ്റാമിൻസ് എന്ന് കേട്ടിട്ടില്ലേ? വിറ്റാമിൻസിൻ്റെ പല പേരുകൾ നിങ്ങൾ കേട്ടു. ഇപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പലത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിനുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, ഒപ്പം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ദ ഫങ്ഷൻ ഓഫ് വൈറ്റമിൻ ഈസ് ഇറ്റ് ഹെൽപ്സ് ആൻഡ് റെഗുലേറ്റ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ഇനി അടുത്ത ഒരു പോഷകമാണ് ജലം. നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാകും, ജലം, വാട്ടർ, ഇതൊരു ന്യൂട്രിയൻ്റ് ആണോ, ഇതൊരു പോഷകമാണോ? എന്നാൽ ഇതൊരു പോഷകമാണ്. ഇതെല്ലാത്തിനേക്കാളും ഉപരി പ്രധാനപ്പെട്ട ഒരു സാധനം കൂടിയാണ്. ഇതിൻ്റെ ധർമ്മം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കാൻ സഹായിക്കുന്നു. സോ ദ ഫങ്ഷൻ ഓഫ് വാട്ടർ ഈസ് ടു ഫെസിലിറ്റേറ്റ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ജീവൽ പ്രവർത്തനങ്ങളെ എളുപ്പത്തിൽ നടക്കുന്നതിന്, കൃത്യമായി നടക്കുന്നതിന് സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ് ലൈഫ് ആക്ടിവിറ്റി. സോ വി ക്യാൻ കൺക്ലൂഡ് ദ ഫങ്ഷൻസ് ഓഫ് ന്യൂട്രിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിവിധ പോഷകങ്ങൾ ഏതെല്ലാമെന്നും അവയുടെ ധർമ്മവും എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ? പാഠപുസ്തകത്തിൽ പോഷകങ്ങളുടെ പേരും അവയുടെ ധർമ്മവും സൂചിപ്പിക്കുന്ന ഒരു പട്ടിക കാണാൻ പറ്റും. ആ പട്ടിക ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽ നിങ്ങൾ ഓരോ ന്യൂട്രിയൻറ്റിൻ്റെയും പോഷകത്തിൻ്റെയും പേരെഴുതണം, അവയുടെ മേജർ ഫങ്ഷൻ എഴുതണം. ഇതോടൊപ്പം നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് ആയിട്ട് ചെയ്യാവുന്ന, അധികമായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനം, ഇതിൽ ഒരു കോളം കൂടി ഉൾപ്പെടുത്തി ഈ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സുകൾ, പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതാണെന്ന് കൂടി ചേർക്കാം.
വ്യക്തമായില്ലേ? പട്ടികയിൽ ന്യൂട്രിയൻസിൻ്റെ പേര്, അവയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മം, അവ എവിടെ നിന്നാണ് മുഖ്യമായും കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിച്ച് വിലയിരുത്തലിനായി നിങ്ങളുടെ ടീച്ചറിന് കൊടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രശ്നം, നിങ്ങൾക്ക് സ്ക്രീനിൽ ചില ആഹാര സാധനങ്ങളുടെ ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. കാണുന്നില്ലേ? കോഴി പൊരിച്ചു വച്ചിരിക്കുന്നത് കാണുന്നുണ്ട്, ചോറ്, അതുപോലെ കറികളൊക്കെ കാണുന്നുണ്ട്. ഈ പോഷകങ്ങളാണ്, ഈ ഭക്ഷണ വസ്തുക്കളാണ്, ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളിത് കഴിച്ചു. ഇത് ന്യൂട്രിയൻസായി എത്തേണ്ടത്, ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് സെൽസിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സെൽസിൽ എത്തണം. നിങ്ങളത് കണ്ടു നോക്കൂ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കോശങ്ങളിൽ എത്താൻ കഴിയുന്ന തരത്തിലുള്ളതാണോ, അതോ കോശങ്ങളിൽ എത്താൻ കഴിയുന്നതിനേക്കാൾ വലുതാണോ, സങ്കീർണമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, സങ്കീർണമാണല്ലേ. അപ്പോൾ ഈ ഭക്ഷണത്തെ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണത്തെ നമ്മുടെ ഓരോ സെല്ലിലും എത്താൻ കഴിയുന്ന തരത്തിൽ ചെറുതാക്കണ്ടേ, സിമ്പിളാക്കണ്ടേ? അതിനൊരു പ്രക്രിയ ഉണ്ടല്ലോ, നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രക്രിയ ഏതാണ് ആ പ്രക്രിയ? വിച്ച് ഈസ് ദാറ്റ് പ്രോസസ്? അതെ, ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. അപ്പോൾ ആ പ്രക്രിയയുടെ പേര് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ദഹനം? അതിൻ്റെ ഒരു നിർവചനം നമുക്കൊന്ന് നോക്കിയാലോ. ദഹനമെന്ന് പറഞ്ഞാൽ സങ്കീർണമായ ഭക്ഷ്യപദാർത്ഥങ്ങളെ ആഗീരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കുക. അപ്പോൾ ഭക്ഷണപദാർത്ഥം ആദ്യം നമ്മൾ കണ്ടു, അത് വലിയ സങ്കീർണമായ ഘടനയുള്ളതായിരുന്നു, വലുതായിരുന്നു. അതിനെ കോശങ്ങളിലേക്ക് ആഗീരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ചെറുതാക്കുക. സോ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. അപ്പോൾ അടുത്ത സംശയങ്ങളാണല്ലോ മൊത്തം. ഇത് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവമുണ്ടോ? ഈസ് ദെയർ എനി ഓർഗൻ ടു പെർഫോം ദിസ് ഫങ്ഷൻ? ഈ ഭക്ഷണ സാധനത്തെ ചെറുതാക്കാൻ, ലഘുവാക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും അവയവത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? അറിയാമല്ലേ? ഏതാണ്? ആമാശയം. ഓ, സ്റ്റൊമക്ക്. ശരി. വേറെ ഏതെങ്കിലും? വായ, മൗത്ത്. ഓക്കെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ അവയവങ്ങളുണ്ടല്ലേ? അപ്പോൾ ഒരു ജോലി ചെയ്യാൻ ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ, മോർ ദാൻ വൺ ഓർഗൻ, ഇതൊക്കെ ചേരുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ, ഒരു അവയവ വ്യവസ്ഥ ഉണ്ടാകുമല്ലോ. ഏതാണ് ആ വ്യവസ്ഥ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഓർഗൻ സിസ്റ്റം? അതിൻ്റെ പേരൊന്ന് നോട്ട് ബുക്കിലേക്ക് കുറിക്കുമോ? ആ വ്യവസ്ഥയുടെ പേരൊന്ന് നോട്ട് ബുക്കിലേക്ക് കുറിക്കൂ. അതെ, ആ വ്യവസ്ഥയുടെ പേരാണ് ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ദഹന വ്യവസ്ഥ ഏതാണെന്ന്, അതിൻ്റെ പാർട്സ് ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിത്രം സ്ക്രീനിലൊന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. ഈ ചിത്രം ഒന്ന് നിരീക്ഷിച്ചിട്ട് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കൂ. ഐഡൻറ്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഇലസ്ട്രേഷൻ. ചിത്രം കണ്ടില്ലേ? ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങളുടെ പേരുകൾ ഒന്ന് സയൻസ് ഡയറിയിലേക്ക് കുറിക്കുമോ? അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരുകൾ 1, 2 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ആ ഭാഗങ്ങളുടെ പേരുകളൊന്ന് സയൻസ് ഡയറിയിൽ കുറിക്കൂ. എല്ലാവരും കുറിച്ചു അല്ലേ? ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം, അവിടേക്കാണ് നമ്മൾ ഭക്ഷണം വെക്കുന്നത്. ആ ഭാഗത്തിൻ്റെ പേര് എന്താണ്? വായ അല്ലെങ്കിൽ മൗത്ത്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് കാണുന്ന ആ ട്യൂബ് പോലുള്ള ഈ രണ്ടാമത്തെ ഭാഗത്തിന് എന്ത് വിളിക്കും? അതെ, അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ്. സോ ദ സെക്കൻഡ് പാർട്ട് ഈസ് ഈസോഫാഗസ്. നിങ്ങൾ ഈസോഫാഗസിനെ പരിചയപ്പെട്ടു, അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത മൂന്നാമതായി കാണിച്ചിരിക്കുന്ന ഭാഗം ഏതാണെന്ന് നോക്കൂ. ഇവിടെയൊക്കെ താഴേക്ക് നോക്ക്, ഈ ഭാഗം ഏതാണെന്ന് നോക്കൂ. ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. അപ്പോൾ അടുത്ത ഭാഗം ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. ഇനി അതിന് താഴെയായിട്ട് കാണുന്ന നീളമുള്ള കുഴലിനെ ഒന്ന് നോക്കിയേ. ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്ന നീളമുള്ള കുഴൽ ഏതാന്ന് നോക്കൂ. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന നീളമുള്ള ചുരുണ്ട് കൂടിയ കുഴൽ, ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി അടുത്ത പാർട്ട് നോക്കൂ. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ വലിയ കുഴൽ കണ്ടില്ലേ? നീളമൊക്കെ കുറഞ്ഞിരിക്കുന്ന ആ കുഴൽ, എൻ്റെ പേരെന്താണ്? വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇനി ലാർജ് ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ഭാഗം കാണാൻ കഴിയും. ആ ഭാഗത്തിൻ്റെ പേര് റെക്റ്റം അല്ലെങ്കിൽ മലാശയം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ?
നമുക്ക് ആ ഭാഗത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാലോ. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞത് വായാണ്, മൗത്താണ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് മൗത്ത്. വായിൽ ഈ ആഹാരത്തെ ദഹിപ്പിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത്? വിച്ച് ആർ ദ ഫെസിലിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ മൗത്ത്? അതെ, പല്ലുണ്ട് അല്ലേ, ടീത്ത്. നാക്കുണ്ട്, ടങ്. പിന്നെ ഉമിനീരുണ്ട്, റെഡി, ഉമിനീരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. സോ ദ മൗത്ത് കൺസിസ്റ്റ് ഓഫ് ടീത്ത്, ടങ് ആൻഡ് സലൈവ. ഇനി നമ്മൾ കണ്ടു ആ നീളമുള്ള കുഴൽ, കണ്ടില്ലേ, വായിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് സ്റ്റൊമക്കിലേക്ക് വരുന്ന, ആമാശയത്തിലേക്ക് വരുന്ന നീളമുള്ള കുഴൽ, അതിൻ്റെ പേരാണ് ഈസോഫാഗസ്. ഒരു ഈസോഫാഗസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 25 സെൻറ്റിമീറ്ററാണ്. 25 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ഈസോഫാഗസിൻ്റെ വലിപ്പമാണ് പറഞ്ഞത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് 8 മുതൽ 10 സെൻറ്റിമീറ്റർ ഉണ്ടാവൂ. ഇപ്പോൾ നിങ്ങൾക്ക് 10-15 വയസ്സുള്ള നിങ്ങൾക്ക് ഏകദേശം 19 സെൻറ്റിമീറ്ററോളം വലിപ്പമേ ഉള്ളൂ. ഈ ഭാഗം നിങ്ങളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഒന്ന് കൈവച്ച് നോക്കൂ. ഇവിടെ ഇങ്ങനെ റിങ് പോലെയൊക്കെ കാണുന്നില്ലേ? ഇതല്ല നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കിങ്ങനെ തൊടാൻ പറ്റില്ല. ഈ മുന്നിലിരിക്കുന്നത് ശ്വാസനാളമാണ്. അതിൻ്റെ പുറകിലായിട്ടാണ് കാണപ്പെടുന്നത് അന്നനാളം. ഈ ചിത്രത്തിൽ നോക്കൂ, ഈ ഫ്രണ്ടിൽ കാണപ്പെടുന്നത് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്യ എന്ന് പറയും. അതിൻ്റെ പുറകിലാണ് അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ്. ഇത് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ കൂടെ പുറകിൽ കൂടി ഇങ്ങനെ താഴേക്ക് വന്ന് ഹൃദയത്തിൻ്റെ പുറകിൽ കൂടിയാണ് സ്റ്റൊമക്കിലേക്ക് അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മനസ്സിലായല്ലോ, സ്ഥാനം മനസ്സിലായല്ലോ. അടുത്ത ഭാഗമാണ് സ്റ്റൊമക്ക്. ഭക്ഷണം കൂടുതൽ നേരം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണത്. അത് കഴിഞ്ഞ് കണ്ട സാധനമാണ് ആ നീളമുള്ള കുഴൽ. അതിനെ നമ്മൾ വിളിച്ചു ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞുള്ള ആ ചെറിയ കുഴൽ, അതിനെ നമ്മൾ വിളിച്ചു വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഒരു സംശയം തോന്നിയില്ലേ? ആ ചെറിയ കുഴലിനെ, ചെറിയ നീളമുള്ള നീണ്ടിരിക്കുന്ന ആ കുഴലിനെ, ചുരുണ്ടുകൂടിയിരിക്കുന്ന ആ കുഴലിനെ നമ്മൾ ചെറുകുടലെന്ന് വിളിച്ചു അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിച്ചു. ആ നീളം കുറഞ്ഞ കുഴലിനെ വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിച്ചു. ആ പേരെന്തിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ എന്താണ് ആ പേര് വന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും. ഗസ് എന്തായിരിക്കും അങ്ങനെ കാരണം? അതെ, ചെറുകുടലെന്ന് പേര് വരാൻ കാരണം അതിന് നീളം ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ അതിൻ്റെ വ്യാസം, കുഴലിൻ്റെ വണ്ണം കുറവാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിച്ചത്. ഇനി വൻകുടൽ നോക്കാമെങ്കിൽ അതിൻ്റെ നീളം കുറവാണ്, പക്ഷേ ആളുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിച്ചത്. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ഭാഗം കാണാൻ കഴിയും. ആ ഭാഗത്തിൻ്റെ പേര് റെക്റ്റം അല്ലെങ്കിൽ മലാശയം എന്നാണ്. ഈ ഭാഗത്താണ് നമ്മളുടെ ദഹനാവശിഷ്ടങ്ങൾ സംഭരിക്കുന്നത്, താൽക്കാലികമായി സംഭരിക്കുന്നത്. ആ ഭാഗത്തിൻ്റെ പേരെന്താണ്? റെക്റ്റം അല്ലെങ്കിൽ മലാശയം. ഇനി നമ്മുടെ ചിത്രത്തിൽ കാണാത്ത 1-2 ഭാഗങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ആ വായ കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ, ഈ ചിത്രത്തിൽ നോക്കൂ, വായ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ കാണുന്ന ആ ഭാഗം കണ്ടില്ലേ? മൂക്ക് ഇങ്ങോട്ട് തുറക്കുന്നു, വായ ഇങ്ങോട്ട് തുറക്കുന്നു, താഴേക്ക് ശ്വാസനാളമുണ്ട്, അതിൻ്റെ പിറകിൽ കൂടി അന്നനാളമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ ഭാഗത്തിൻ്റെ പേരാണ് ഗ്രസനി അല്ലെങ്കിൽ ഫാരിൻസ്. സോ ദ നെയിം ഓഫ് ദിസ് പാർട്ട് ഈസ് ഫാരിൻസ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഫാരിൻസ് അല്ലെങ്കിൽ ഗ്രസനി. അതുപോലെ ഞാൻ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? അതെ, റെക്റ്റം അല്ലെങ്കിൽ മലാശയം. ഈ മലാശയത്തിൽ സംഭരിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളെ, മലം, അത് പുറന്തള്ളണം. പുറന്തള്ളുന്നത് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആ സുഷിരത്തിൽ കൂടിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മലദ്വാരം അല്ലെങ്കിൽ ഏനസ്. അപ്പോൾ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ മനസ്സിലായില്ലേ? Now you understood the parts of human digestive system. So the main parts of human digestive system are, first one is mouth, then this part is called the pharynx, then the elongated tube which is called esophagus. Esophagus opens to the stomach. Stomach is followed by the folded small intestine. The small intestine is followed by large intestine. Then the large intestine is followed by rectum. Finally, the rectum opens out through anus. ദഹന വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതെല്ലാമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്.
ഒന്നാമത്തേത്, പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ദഹന വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചിത്രം നോക്കിയിട്ട് അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. സോ ലേബൽ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇലസ്ട്രേഷൻ. രണ്ടാമതായിട്ട്, ഈ ദഹന വ്യവസ്ഥയുടെ ചിത്രം നിങ്ങൾക്ക് സയൻസ് ഡയറിയിലേക്ക് പകർത്തി വരയ്ക്കാം. വരച്ചിട്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടയാളപ്പെടുത്താം. സോ റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ യുവർ സയൻസ് ഡയറി. അടുത്തായിട്ട് ഒരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്താലോ? അതാണ്ട് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് കണ്ടില്ലേ? നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഭക്ഷണം കടന്നു പോകുന്ന, ദഹിച്ചിട്ട് കടന്നു പോകുന്ന, ദഹനത്തിനായി കടന്നു പോകുന്ന വഴിയുടെ ആണ് ഫ്ലോ ചാർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് ഈ ഫ്ലോ ചാർട്ട് പകർത്തി വരച്ച് പൂർത്തീകരിക്കണം. സോ യുവർ ടാസ്ക് ഈസ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ഇൻക്ലൂഡിംഗ് ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ യുവർ സയൻസ് ഡയറി. ഇത്രയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകരെ വിലയിരുത്തലിനായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. ഇന്ന് പഠിച്ച മുഖ്യ ആശയങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട്, ഏതൊക്കെയാണ് പോഷക ഘടകങ്ങൾ, വിച്ച് ആർ ദ ന്യൂട്രിയൻസ് ആൻഡ് ദെയർ ഫങ്ഷൻ. രണ്ടാമതായി പറഞ്ഞത് എന്താണ് ദഹനം, വാട്ട് ഈസ് ഡൈജഷൻ. അതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും സയൻസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. അടുത്തായി നമ്മൾ പഠിച്ചത് വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ ഇന്ന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കണം, വിലയിരുത്തണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.